മക്കളെ ഗുഡ് മോർണിംഗ്. നമ്മൾ വൃത്തഭാഗങ്ങൾ പറഞ്ഞുള്ള ചാപ്റ്റർ ആയിരുന്നു എടുത്തോണ്ടിരുന്നത്. അതിന്റെ പാർട്ട് 3 ഭാഗമാണിത്. നമ്മൾ പാർട്ട് 1ഉം പാർട്ട് 2ഉം കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കണ്ടിട്ട് വരും. ഞാൻ അവിടെ ഉണ്ടാവും, നിങ്ങൾ ഉണ്ടാവണം. ഓക്കെ, നമുക്ക് 189ാമത്തെ പേജില് 4ാമത്തെ ഒരു പ്രോബ്ലം ഉണ്ട്. എന്താണെന്ന് നോക്കാം. ഒരു സമഭുജ ത്രികോണത്തിന്റെ ഇതാണ് ഒരു സമഭുജ ത്രികോണം അല്ലേ കുട്ടികളെ? സമഭുജ ത്രികോണത്തിന്റെ ഓരോ മൂലകേന്ദ്രമായും മറ്റു രണ്ട് മൂലകളിലൂടെ കടന്നു പോകുന്ന ചാപം വരച്ച ചിത്രമാണ് ചുവടെ കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ ചുറ്റളവ് എത്ര സെന്റിമീറ്റർ ആണെന്നാണ് നമ്മളെ ചോദ്യം. നമുക്ക് നോക്കാം. എന്താ പറഞ്ഞത്? ഒരു സമഭുജ ത്രികോണത്തിൻ്റെതാ. എന്താ കുട്ടികളെ ഈ ഒരു സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ? 3 വശങ്ങളും അതേപോലെ 3 കോണുകളും തുല്യമായ ത്രികോണത്തെ നമ്മൾ സമഭുജ ത്രികോണം എന്ന് പറയും. അതായത് ഒരു വശം 4 സെന്റിമീറ്റർ ആണെങ്കിൽ മറ്റേ വശവും 4 സെന്റിമീറ്റർ ആയിരിക്കും അല്ലേ? അതായത് 3 വശങ്ങളും തുല്യമായിട്ടുള്ള ത്രികോണമായിരിക്കും സമഭുജ ത്രികോണം. മാത്രമല്ല, ഒരു സമഭുജ ത്രികോണത്തിന്റെ ഒരു കോൺ 60 ഡിഗ്രിയും മറ്റേ കോണും 60 ഡിഗ്രി ആയിരിക്കും. അതേപോലെ മറ്റേ കോണും 60 ഡിഗ്രി ആയിരിക്കും. ഒന്നുമില്ല മക്കളെ, 3 കോണുകളും 3 വശങ്ങളും തുല്യമായ ത്രികോണത്തെ നമ്മൾ എന്ത് പറയും? സമഭുജ ത്രികോണം എന്ന് പറയും. കൂട്ടത്തിൽ നമ്മൾ മറ്റൊരു കാര്യം കൂടി ഓർത്ത് വെക്കുക. സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ ഒരു ത്രികോണത്തിന്റെ 2 വശങ്ങളും തുല്യമായ ത്രികോണത്തെയാണ് നമ്മൾ സമപാർശ്വ ത്രികോണം എന്ന് പറയുന്നത്. പാർശ്വങ്ങൾ പറഞ്ഞാല് അടുത്തടുത്തുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും ചോദ്യത്തിലേക്ക് വരാം. എന്താ പറഞ്ഞ? ഒരു സമഭുജ ത്രികോണത്തിന്റെ ഓരോ മൂലകേന്ദ്രമായും, അപ്പോ ഈ ഒരു മൂലകേന്ദ്രമാണെന്ന് വിചാരിക്കാം. കേന്ദ്രമായും മറ്റു 2 മൂലകളിലൂടെ കടന്നു പോകുന്ന ഇതാണ് മറ്റു 2 മൂലകൾ. ഇതെടുക്കുകയാണെങ്കിൽ ഇതാണ് മറ്റു 2 മൂലകൾ. കടന്നു പോകുന്ന ചാപം ദാ കടന്നു പോയിട്ടുള്ള ചാപം. ഇനി ഈ ഒരു മൂല എടുക്കുകയാണെങ്കിൽ ഇതാണ് മറ്റു 2 മൂലകൾ. അതിലൂടെ കടന്നു പോയിട്ടുള്ള മറ്റൊരു ചാപം. ദാ ഈ മൂല എടുക്കുകയാണെങ്കിൽ മറ്റു 2 മൂലകൾ. ഇതാണ് അതിലൂടെ കടന്നു പോയിട്ടുള്ള ചാപം. ഇതാണ്. ഇത് വൃത്തമല്ല, ഇത് ഓരോന്നും ചാപകളാണ് എന്ന് ഓർത്ത് വെക്കണം. ബാക്കി എന്താ? ഇതിന്റെ ചുറ്റളവ് എത്ര സെന്റിമീറ്റർ ആണെന്നാണ് ചോദ്യം. ഇത് എന്ന് പറയുമ്പോൾ ഈ ചാപങ്ങളാണ്. ഇതൊരു ചാപാണ്, ഇതൊരു ചാപാണ്, ഇത് മറ്റൊരു ചാപാണ്. ഈ 3 ചാപങ്ങളും കൂട്ടിയാൽ നമുക്ക് ഇതിന്റെ മൊത്തം ചുറ്റളവ് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ നീളവും അതേപോലെ ഈ നീളവും കണ്ടാൽ പോരെ മക്കളെ. നമ്മൾ അതിന് വേണ്ടിയിട്ട് മറ്റൊരു കാര്യം റഫായിട്ട് നോക്കുകയാണ്. ഇതാ നോക്കി, ഇത് നമ്മളൊരു സർക്കിൾ വരച്ചോളൂ. ഇവിടെ സർക്കിളിന്റെ കേന്ദ്രം അല്ലെങ്കിൽ വൃത്തകേന്ദ്രം എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. അതേപോലെ അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. നമുക്ക് L = R θ എന്ന് പറഞ്ഞുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ നിങ്ങൾ എക്സാമിന് ഒരിക്കലും ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഇക്വേഷൻ ആണ് 2πr × θ/360 എന്നത്. ഇത് നമ്മൾ റഫായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഉപയോഗിക്കുക. ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നോക്കുക. നമുക്ക് L എന്ന് പറയുന്നത് ഈ ഒരു ലെങ്ത് ആണ്, ആർക്ക് ലെങ്ത് അല്ലെങ്കിൽ ചാപ നീളം എന്ന് പറയും. R എന്ന് പറയുന്നത് 4 ആണ്, θ എന്ന് പറയുന്നത് 60 ആണ്. 6 4 24, 240 എന്ന് കിട്ടും ഈ ചാപ നീളം. ഈ ലെങ്ത് 240 എന്ന് കിട്ടും. ഓക്കെ, അതേപോലെ ഇതിൽ നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. 2πr സെയിം ഇക്വേഷൻ ആണെന്ന് പറഞ്ഞില്ലേ, പ്രോപ്പർട്ടീസ് ഒക്കെ സെയിം ആണ്. 2π × റേഡിയസ് 4 ആണ്, θ എന്ന് പറയുന്നത് 60 ആണ്, ബൈ 360. 0 0 ക്യാൻസൽ ആയി പോയി. 36 6 ഉണ്ട്. ഓക്കെ, 6ഉം 2ഉം നമ്മൾ ക്യാൻസൽ ചെയ്യും. ലാസ്റ്റ് നമുക്ക് കിട്ടും 4π/3 എന്ന് ഉത്തരം കിട്ടും. ഇതിൽ നമ്മൾ ഈ ഉത്തരത്തിൽ പൈ ഇല്ല, ഈ ഉത്തരത്തിൽ പൈ ഉണ്ട്. പൈ കളയാൻ നമ്മൾ ചെയ്യേണ്ടത് 180/π എന്നാണ്. ഓക്കെ, പൈയും ക്യാൻസൽ ആക്കുക. 18ൽ എത്ര 3 ഉണ്ട്? 6 3 ഉണ്ട്. അപ്പൊ അവസാനം 4 ഗുണിക്കണം 60 എന്ന് കിട്ടും, 240 എന്ന് കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഈ 2 ആളുകളും സെയിം പ്രോപ്പർട്ടിയാണ്. നമുക്ക് പഠിക്കാനുള്ളതും നമ്മൾ എക്സാം എഴുതാനുള്ളതും ഈ ഒരു ഇക്വേഷൻ മാത്രമായിരിക്കണം. മറ്റു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇത് 240 ആണെന്ന് കിട്ടി. നമ്മളിവിടെ മറ്റൊരു കേന്ദ്രകോൺ വെക്കുകയാണ്. 60 ഡിഗ്രിയുള്ള മറ്റൊരു കേന്ദ്രകോൺ വെച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചാപ നീളം എത്രയായിരിക്കും മക്കളെ? ഇത് ഒരേ വൃത്തമായതുകൊണ്ട് ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 4 ആയിരിക്കും, ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 4 ആയിരിക്കും. അപ്പോ ഈ ഒരു ചാപ നീളം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 240 ആയിരിക്കും. ഓക്കെ, അതായത് വേറൊന്നുമില്ല, ഒരേ വൃത്തത്തിൽ ഒരേ കേന്ദ്രകോണുള്ള വൃത്താംശത്തിന്റെ ചാപ നീളങ്ങൾ തുല്യമായിരിക്കും. ഇനി നമ്മൾ ഇവിടെ ഒരു 60 ഡിഗ്രി കൂടി വെച്ചാൽ ഇതും 240 ഡിഗ്രി ആയിരിക്കും എന്നതാണ് ഇതിന്റെ അർത്ഥം. ഇത് വ്യക്തമായോ? നമ്മൾ വീണ്ടും നമ്മളെ ചോദ്യത്തിലേക്ക് വരാം. നോക്കി മക്കളെ,
ഇതിൽ ഞാൻ ഒരു പോർഷൻ ഇങ്ങോട്ട് കൊണ്ടുവരാണ്. ദാ ഇത് രണ്ടും മറച്ചു വെച്ചു. ഈ ഒരു പോർഷൻ ദാ ഈ ഒരു പോർഷൻ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് വിചാരിച്ചു. ദാ ഇങ്ങോട്ട് കൊടുന്നു. ഈ ഒരു പോർഷൻ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതായത് ഇത് 4 അല്ലേ, ഇത് 60 അല്ലേ, 60 അല്ലേ? ഈ ചാപം നീളം എത്രയാണ് മക്കളെ ഉണ്ടായിരിക്കുക? 240 ആയിരിക്കും അല്ലേ? നമ്മൾ ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. 2πr ഇൻറ്റു തീറ്റ ബൈ 360 ഡിഗ്രി. നമ്മളൊന്നും ചെയ്തില്ല. 2 അതേപോലെ എഴുതി, പൈ അതേപോലെ എഴുതി. റേഡിയസ്, ഇതാണ് റേഡിയസ്. നമുക്ക് ജസ്റ്റ് ഇതൊന്നും ഇങ്ങനെ വരച്ച് നോക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു രൂപം കിട്ടും. സർക്കിളിന്റെ ഒരു ഭാഗമല്ലേ ഇയാള്? സർക്കിളിന്റെ ഒരു ഭാഗമല്ലേ ഇയാള്? നോക്കിയടാ, 6 എന്ന് പറയുന്നത് 4 ആണ്. ഇതാ 6 എന്ന് പറയുന്നത് 4 ആണ്. തീറ്റ എന്ന് പറയുന്നത് 60 ബൈ 360 എന്ന് കിട്ടും. 36 6 ഉണ്ട്. 6ഉം 2ഉം ക്യാൻസൽ ആയി 3 കിട്ടും. ലാസ്റ്റ് നമുക്ക് 4π/3 വേണമെങ്കിൽ നമുക്ക് 180 ബൈ പൈ കൊണ്ട് ഇൻറ്റു ചെയ്താൽ ഈ പൈ ക്യാൻസൽ ആയി പോകും. നമുക്ക് 4π/3 എന്ന് കിട്ടും. ഇയാൾ എന്ത് കിട്ടി? ഇയാൾ 4π/3 ആണ്. നോക്കടാ, അങ്ങോട്ട് നോക്കടാ. ഈ ലെങ്ത് ആരമാണ്. ഈ കേന്ദ്രകോൺ എന്ന് പറയുന്നത് 60 ആണ്. 4 സെന്റിമീറ്റർ ആരവും 60 ഡിഗ്രി കേന്ദ്രകോണുള്ള ചാപത്തിന്റെ നീളം 4π/3 ആണെങ്കിൽ നമ്മൾ ഇത് രണ്ടും മറച്ചു വെക്കുക, ഇത് നോക്കുക. അങ്ങനെയാണെങ്കിൽ 60 ഡിഗ്രി കേന്ദ്രകോണും 4 സെന്റിമീറ്റർ ആരവുമുള്ള ചാപത്തിന്റെ നീളം എന്ന് പറയുന്നതും 4π/3 ആയിരിക്കില്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ 60 ഡിഗ്രി കേന്ദ്രകോണും അതേപോലെ അതിന്റെ റേഡിയസ് 4 സെന്റിമീറ്റർ ആയ വൃത്തത്തിന്റെ ചാപനീളം എന്ന് പറയുന്നതും 4π/3 തന്നെ ആയിരിക്കും അല്ലേ? നമുക്ക് എന്താ കണ്ടത്? നമ്മളിപ്പോ എന്ത് ചെയ്തു? 3 വശത്തിന്റെ നീളവും നമ്മൾ കണ്ടു. വേണമെങ്കിൽ നമുക്ക് പൈ വേണമെങ്കിൽ ഒഴിവാക്കാം. 180 ബൈ പൈ കൊണ്ട് ഇൻറ്റു ചെയ്താൽ പൈ മാറി കിട്ടും. ലാസ്റ്റ് നമുക്ക് 240 എന്ന് കിട്ടും. ഈ ലെങ്ത് 240 എന്ന് നമ്മൾ കിട്ടും. നമുക്ക് കിട്ടി. നമ്മളോട് ചോദിച്ചിരുന്നാണ്ട് ഇതിന്റെ ചുറ്റളവ് എത്ര സെന്റിമീറ്റർ? ഇത് എന്ന് പറയുന്നത് ഇത് മൊത്തം ദൂരത്തെയാണ് നമ്മൾ ഇത് എന്ന് പറയുന്നത്. അതായത് ചാപത്തിന്റെ നീളം എന്ന് പറയുന്നത്, ഒരു ചാപത്തിന്റെ നീളം 4π/3 ആണെങ്കിൽ 3 ചാപത്തിന്റെ നീളം, ഇവിടെ ഒരാളുണ്ട്, രണ്ടാമത്തെ ആള്, മൂന്നാമത്തെ ആള്. ഒരു ചാപത്തിന്റെ നീളം 4π/3 ആണെങ്കിൽ 3 ചാപത്തിന്റെ നീളം എന്ന് പറയുന്നത് എത്രയായിരിക്കും മക്കളെ? 3യും 3യും ക്യാൻസൽ ആയി 4π എന്ന് കിട്ടും. ചുറ്റളവ് നമ്മൾ എപ്പോഴും സെന്റിമീറ്ററിലായിരിക്കും എഴുതുക. അപ്പൊ നമ്മളുടെ ചുറ്റളവ് എന്ന് പറയുന്നത് 4π സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ.